എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? എന്തൊക്കെയോ നടക്കുന്നു. ഒരു 3 തുണ്ട് പേപ്പർ എടുക്കുക. ഇങ്ങനെ 3 പേപ്പർ എടുത്ത് അതിൽ ഓരോ പേപ്പറിലും VD, RC, KC എന്ന് എഴുതിയതിന് ശേഷം ഈ 3 ഇങ്ങനെ ഒരുമിച്ച് എടുത്തിട്ട് ഇങ്ങനെ കുലുക്കിയിട്ട് ഇങ്ങനെ മുമ്പിലേക്ക് ഇടുക. ഓക്കെ. എന്നിട്ട് ഇതിൽ നിന്നും കണ്ണും പൂട്ടി ഒരെണ്ണം എടുക്കുക. എന്നിട്ട് അതിങ്ങനെ തുറക്കുക. എന്നിട്ട് അതിൽ എഴുതിയിരിക്കുന്ന ആരുടെ പേരാണെന്ന് നോക്കുക. അപ്പോൾ ഇതിൽ VD എന്നാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ. ഇങ്ങനെ നമ്മൾ മുഖ്യമന്ത്രിനെ സെലക്ട് ചെയ്യുന്നത് കാണേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇലക്ഷൻ കഴിഞ്ഞ് 9 ദിവസമായിട്ട് നമ്മുടെ കേരളത്തിന് പറയാൻ വേണ്ടിയിട്ടൊരു മുഖ്യമന്ത്രി ഇല്ല. ഒന്നില്ല എന്നുള്ളൂ, നമുക്ക് 3 മുഖ്യമന്ത്രിമാരുണ്ട്. ചരിത്രത്തിൽ ആദ്യമായിട്ട് നമുക്ക് 3 മുഖ്യമന്ത്രിമാരാണ് നിലവിലുള്ളത്. അപ്പോൾ ഈ 3 മുഖ്യമന്ത്രിമാരിൽ ആരാണ് മെയിൻ മന്ത്രി എന്നാണ് ഇനി അറിയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കേരളത്തിൽ നിന്ന് പലരും ഡൽഹിയിലേക്ക് പോകുന്നുണ്ട്. ചർച്ചകളൊക്കെ ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. ഇനിയിപ്പം ട്രോളുകളിലൊക്കെ പറയുന്ന പോലെ വോട്ട് ചെയ്ത ആളുകൾ മാത്രമേ ഇനി ഡൽഹിയിലേക്ക് പോകാൻ ബാക്കിയുള്ളൂ. അപ്പോൾ എന്തായാലും ഇവരൊരു തീരുമാനം ഇപ്പോഴും ആക്കുന്നതായിട്ട് യാതൊരു ലക്ഷണമില്ല. അപ്പോൾ ഇതേപോലെ ഒരു തുണ്ട് പേപ്പറിൽ ഇങ്ങനെ 3 പേരുടെയും പേരെഴുതിയിട്ട് നറുക്കെടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പിന്നെ വോട്ട് ചെയ്ത നാട്ടുകാരെല്ലാവരും കൂടി നിങ്ങളെ പഞ്ഞിക്കിടും, അത്ര തന്നെ. അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര പരിതാപകരമാണ്. അതായത് ഈ പറയുന്ന RCയും VDയും ഓക്കെ അവർ മത്സരിച്ച് ജയിച്ച് നിൽക്കുന്നതാണെന്ന് വിചാരിക്കാം. പക്ഷേ KC ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് ഇത്രയും പ്രശ്നമാക്കുന്നതാണ് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കാരണം. അപ്പം ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ച സമയത്ത് UDF എടുത്തിട്ടുണ്ടായിരുന്ന ഒരു തീരുമാനമാണ് MP സ്ഥാനത്തുള്ളവർ ഈ പറയുന്ന ഇലക്ഷനിൽ നിൽക്കണ്ട എന്നുള്ളത്. അപ്പം അങ്ങനെ ആ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും കെ സുധാകരന് ഭയങ്കര പ്രശ്നമായിരുന്നല്ലോ. കാരണം കെ സുധാകരന് അറിയാം ഇപ്രാവശ്യം മത്സരിച്ച് ജയിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മന്ത്രിസ്ഥാനമൊക്കെ കിട്ടും എന്നുള്ള അറിയാം. അതുകൊണ്ട് കടുംപിടുത്തം പിടിച്ചു അവസാനം വരെ. പക്ഷേ നടന്നില്ല. ഇനിയിപ്പോൾ കെ സുധാകരനും കൂടി മത്സരിക്കാനുണ്ടായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ 3 പേപ്പറിന് പകരം നമ്മൾ 4 പേപ്പർ ഇടേണ്ടി വന്നേനെ. ഉറപ്പായിട്ടും കെ സുധാകരനും കൂടി ഉണ്ടാവും. അപ്പോൾ KSും കൂടി ഉണ്ടാവും ഈ പറയുന്ന പേപ്പറിൽ. അപ്പം ഈ 4 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി കൂടുന്നതാണ് നമ്മൾ കാണേണ്ടി ഉണ്ടായിരുന്നത്. എന്തോ ഭാഗ്യത്തിന് അത് ഒഴിവായി കിട്ടി. അപ്പോൾ എന്തായാലും സംഭവം കൊള്ളാം. ഇതിലാരും വിട്ടുകൊടുക്കുന്ന ലക്ഷണം കാണുന്നില്ല. അപ്പോൾ ആർക്കാണ് നറുക്ക് വീഴാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ഒരു വൻ വിജയം ഉണ്ടാക്കി തന്നിട്ടുള്ള VD സതീശൻ തന്നെ വരണം എന്നുള്ളതാണ് നാട്ടുകാരും ഈ പറയുന്ന എല്ലാവരും പറയുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഇലക്ഷൻ്റെ ഒരു മുഖം എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ്റെ ആയിരുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞ്, അതായത് മോളെ കെട്ടിക്കാൻ വന്ന കാർന്നോർ കയറി കല്യാണം കഴിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് ആളുകൾ പറയുന്നത്. അപ്പോൾ KC വേണുഗോപാൽ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ മൊത്തമുള്ള UDFനെ നന്നാക്കിക്കോട്ടെ. പക്ഷെ കേരളത്തിൽ നമ്മുടെ VD സതീശൻ മുഖ്യമന്ത്രിയായാൽ മതി എന്നുള്ളതാണ് ആളുകളുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും അത് നടക്കും എന്ന് തോന്നുന്നില്ല. കാരണം കൂടെ ഉണ്ട്, അല്ലെങ്കിൽ VD സതീശനെയാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ള ഷാഫി പറമ്പിൽ വരെ മാറ്റി KCക്കാണ് സപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഷാഫി പറമ്പിൽ കുറച്ച് എയറിലാണ്. കാരണം ഷാഫി പറമ്പിൽ ഈ പറയുന്ന VD സതീശനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളതായിരുന്നു അണികളുടെ ഒരു വിശ്വാസം. പക്ഷേ എന്ത് ചെയ്യാം, ഈ പറയുന്ന ഷാഫി പറമ്പിലിനാണെങ്കിലും ഇനി മുന്നോട്ട് പോകണ്ടേ. അപ്പോൾ KC വേണുഗോപാലിനെ അല്ലെങ്കിൽ KCനെ സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമല്ലേ അതൊക്കെ നടക്കുകയുള്ളൂ. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ഷാഫി പറമ്പിലാണെങ്കിലും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഇവർ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഈ കാണുന്ന പോലെ ഒന്നും അല്ല. അതായത് ഇതിൻ്റെ ഉള്ളിൽ ഇവരുടെ ലക്ഷ്യങ്ങളും പേഴ്സണൽ കാര്യങ്ങളും അല്ലെങ്കിൽ ഇവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഭയങ്കര ഒരു നേതാവാണെന്നൊക്കെ വിചാരിച്ചിട്ട് ഇവർക്കെല്ലാം വേണ്ടി കൊടിപിടിക്കാനും അല്ലെങ്കിൽ ഇവർക്കെല്ലാം വേണ്ടിയിട്ട് തല്ലുകൊള്ളാനും പോകുമ്പം ആലോചിക്കുക, അൾട്ടിമേറ്റ്ലി അല്ലെങ്കിൽ ഏറ്റവും അവസാനം സ്വന്തം കാര്യം എങ്ങനെയെങ്കിലും നേടിയെടുക്കുക, അല്ലെങ്കിൽ സ്വന്തം ഉയർച്ച എങ്ങനെയെങ്കിലും സെറ്റാക്കുക എന്നുള്ളത് മാത്രമേ ഇവരുടെ ഒരു ലക്ഷ്യം. അല്ലാണ്ട് നാട്ടുകാരെ സേവിക്കാനാണെങ്കിൽ ഈ പറയുന്ന മുഖ്യമന്ത്രി ആവണമെന്നൊന്നുമില്ല. ഈ പറയുന്ന MLA ആണെങ്കിലും നാട്ടുകാരെ സേവിക്കാൻ വേണ്ടി പറ്റും, ഇല്ലേ? അപ്പോൾ എന്തായാലും 9-10 ദിവസമായിട്ടും
9-10 ദിവസമായിട്ട് നമുക്കൊരു മുഖ്യമന്ത്രിയില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഈ പറയുന്ന ഭരണമൊക്കെ എങ്ങനെ നടക്കുന്നതാവോ? ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു എന്നൊരു പിടുത്തവുമില്ല. ചീഫ് സെക്രട്ടറിമാരൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ആയിരിക്കും നടക്കുന്നുണ്ടാവുക. എന്തായാലും ഈ ഒരു അവസ്ഥ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും. ഇതിലിപ്പോൾ ഒരാളെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ, ആരെങ്കിലും ഒരാൾ മുഖ്യമന്ത്രി ആയിട്ടുണ്ടെങ്കിൽ തന്നെ ഇവർക്കിടയിൽ തന്നെ പ്രശ്നങ്ങളായിരിക്കും. എങ്ങനെ ആയിരിക്കും ഈ ഒരു 5 വർഷം തള്ളി നീക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. എന്തായാലും ജനങ്ങൾ വിജയിപ്പിച്ച് മുഖ്യമന്ത്രി ആവുന്നവരാണല്ലോ, അല്ലെങ്കിൽ മുന്നോട്ട് വന്നവരാണല്ലോ ഇവരെല്ലാം. പക്ഷേ കെ സി മാത്രമല്ല. അപ്പം ജനങ്ങൾ തന്നെ ഇതെല്ലാം കാണാം, അത്ര തന്നെ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ കെ സി വേണുഗോപാലിനെയാണ് മുഖ്യമന്ത്രി ആക്കുന്നതെങ്കിൽ 6 മാസം കഴിയുമ്പോൾ ഒരു ഇലക്ഷൻ വേണമല്ലോ, ബൈ ഇലക്ഷൻ വേണമല്ലോ. ആ സമയത്ത് ബലിയാടാവാൻ വേണ്ടി പോകുന്ന ആരാണോ അയാളുടെ അവസ്ഥയാണെന്ന് ആലോചിക്കേണ്ടത്. അല്ല, ബലിയാടൊന്നുമല്ല, അവർക്ക് നല്ലൊരു സെറ്റിൽമെൻറ്റ് ചെയ്യുമായിരിക്കും. എന്നാലും എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലായിട്ടുള്ള നമ്മുടെ ഇരിക്കൂർ മണ്ഡലത്തിലായിരിക്കും ചിലപ്പം ആ ഒരു നറുക്ക് വീഴുകയെന്ന് തോന്നും. അങ്ങനെയാണെങ്കിൽ സജീവ് ജോസഫ് മാറിക്കൊടുക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇരിക്കൂറിൻ്റെ മണ്ണ് എന്ന് പറയുന്നത് UDFനെ എന്നും സപ്പോർട്ട് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ എന്നും വിജയിപ്പിച്ചിട്ടുള്ള ഒരു മണ്ണാണ്. ആ മണ്ണ് ചിലപ്പം ഇപ്രാവശ്യം തിരിയാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് പൊതുവേ ഉള്ളൊരു സംസാരം എന്ന് പറയുന്നത്. അത് കെ സി വേണുഗോപാൽ ഇതേപോലെ മുഖ്യമന്ത്രി ആയിട്ട് 6 മാസം കഴിഞ്ഞ് ഒരു ഇലക്ഷൻ വെക്കുകയാണെങ്കിൽ കെ സിനെ 8 നില പൊട്ടിക്കും എന്നുള്ള രീതിയിലാണ് നാട്ടുകാരെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അപ്പം ഇരിക്കൂറിൻ്റെ മണ്ണിലാണ് വന്ന് മത്സരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും പൊട്ടിക്കും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. കാരണം ഇരിക്കൂർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കെ സി ജോസഫ് പണ്ട് മുതലേ ഇങ്ങനെ അടക്കി വാഴുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരു കോൺഗ്രസ്സുകാരൻ അല്ലെങ്കിൽ ഒരു UDF തോക്കുക എന്നൊക്കെ പറയുന്നത് വിശ്വസിക്കാൻ പോലും പറ്റാത്തൊരു സംഭവമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നതെന്നുള്ളത്. എന്തായാലും നാട്ടുകാർക്ക് നല്ല കോളാണ് ഇപ്പോൾ, ട്രോളുകളോട് ട്രോളുകൾ. ഇത്രയും നാളും എങ്ങനെയെങ്കിലും ഒന്ന് അധികാരത്തിൽ വന്നാൽ മതി എന്നുള്ളതായിരുന്നു. ഇപ്പം വന്നു കഴിഞ്ഞപ്പോഴത്തേനും, അല്ലെങ്കിൽ സീറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും മുഖ്യമന്ത്രി അല്ല, പിന്നെ ഇവർ 3 പേര് എന്ത് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 1.5 വർഷം ഭരിക്കട്ടെ, അല്ലേ? അല്ലാണ്ട് ഇങ്ങനെ എന്തായാലും ഇവർ ഏതെങ്കിലും ഒരാളെ ആക്കുള്ളൂ. അങ്ങനെ ആക്കുന്ന സമയത്ത് ബാക്കി 2 പേരും എന്തായാലും മര്യാദയ്ക്കൊന്നും ആയിരിക്കില്ല മുന്നോട്ട് പോവുക. അപ്പോൾ പിന്നെ ഈ 3 പേരെ അങ്ങോട്ട് ആക്ക്, എന്നിട്ട് അനുഭവിക്കട്ടെ, നമുക്ക് അനുഭവിക്കാം. അത്ര തന്നെ. എന്തായാലും കൊള്ളാം. ഒരുപാട് ട്രോളുകൾ ഇറങ്ങുന്നുണ്ട്. ട്രോളുകൾ കണ്ട് നമുക്ക് ചിരിക്കാനുള്ള വകയുണ്ട്. പക്ഷേ ഇതിലൊക്കെ ഇപ്പോൾ ഇതിനെക്കുറിച്ച് വലിയ സംസാരിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ വിചാരിച്ചതാണ്. കാരണം ഇത് അവരുടെ സംഘടനാ കാര്യങ്ങളാണ്, UDFൻ്റെ പ്രവൃത്തി മേഖലയെക്കുറിച്ചുള്ള കാര്യമാണ്. അതിനെക്കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ജനങ്ങളുടെ മുഖ്യമന്ത്രിയല്ലേ. അപ്പം നമുക്കൊരു മുഖ്യമന്ത്രി ഇല്ലാത്തതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ മടിക്കേണ്ട ആവശ്യമില്ല. ബാക്കിയൊക്കെ അവരുടെ UDFൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങളാണ്. ആ ചേരിതിരിവും കാര്യങ്ങളൊക്കെ അതൊക്കെ അവർ നോക്കിക്കോട്ടെ. പക്ഷേ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ഒരാൾക്ക് വേണ്ടിയിട്ട് നമുക്ക് സംസാരിക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്കൊരു മുഖ്യമന്ത്രിനെ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നിപ്പോൾ 9 ദിവസമായി. ഇന്നോ നാളെയോ എന്നും പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പം ഇന്നോ നാളെയോ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.